ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വീണ്ടും ഒരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ശരിക്കും ഒരു സ്പെഷ്യൽ കുട്ടി ട്രാവൽ വ്ളോഗാണേ. ഞങ്ങൾ എപ്പോഴും യാത്രകളൊക്കെ പോകാറുള്ളത് നേരത്തെ തന്നെ നന്നായി പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ്. പക്ഷേ ഇതങ്ങനെ ഒരു യാത്രയല്ല കേട്ടോ. ശരിക്കും അൺഎക്സ്പെക്റ്റഡായി പെട്ടെന്ന് തട്ടിക്കൊട്ടി പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. അതുമാത്രമല്ല കേട്ടോ, ഈ യാത്രയ്ക്ക് വേറെയും കുറേ പ്രത്യേകതകളുണ്ട്. സാധാരണ എപ്പോഴും യാത്രകളൊക്കെ പോകാറ് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായിരിക്കുമല്ലോ. പക്ഷേ ഇന്ന് നമ്മുടെ യാത്രയിൽ വേറെ രണ്ടുപേരോടുണ്ട്. വേറെ ആരുമില്ല കേട്ടോ, ഞങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സാണേ. നമ്മൾ അവരെ മീറ്റ് ചെയ്യാനായിട്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ സഡനായിട്ട് അവരിട്ടൊരു പ്ലാനായിരുന്നു ഈ ഒരു ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ട്രിപ്പിന് പോകാനായിട്ട്. നമ്മളെല്ലാവരോടും ഒന്നിച്ച് പോകുന്നൊരു ട്രിപ്പല്ലേ, അതെന്തായാലും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അതുമാത്രമല്ല, ഈ ട്രിപ്പ് കാറിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രിപ്പ് പോകാൻ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ റെഡി ആയതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇതുവരെ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. നമ്മുടെ യാത്ര വേറെ എങ്ങോട്ടും അല്ല, പ്രാഗിലേക്കായിരുന്നു. അത് ഈ ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമോ അല്ലേ. പ്രാഗിലെ ഒരു ഐക്കോണിക് ഡെസ്റ്റിനേഷനാണ് ഈ കാണുന്ന ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. അത് തന്നെയല്ല, വേൾഡിലെ തന്നെ 3rd ലാർജസ്റ്റ് ആസ്ട്രോണമിക്കൽ ക്ലോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. കാണുന്ന പോലെ അത്ര നിസ്സാരമല്ല കേട്ടോ ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. ഇത് കാണാനായിട്ട് ചുറ്റും കൂടി നിൽക്കുന്ന എന്തോരോ ആൾക്കാരുണ്ടെന്നോ. ഇതാണ് കാണേണ്ട കാഴ്ച. അവരിലെയാണ് ഈ ക്ലോക്ക് അടിക്കാറ്. അപ്പോൾ ഈ കിളിവാതിലിലൂടെ 12 അപ്പോസ്തലന്മാർ വന്ന് മുഖം കാണിച്ചിട്ട് പോവും. ഈ ഒരു കാഴ്ച കാണാനായിട്ടാണ് ഈ തിക്കും തിരക്കും ആൾക്കൂട്ടവും ഒക്കെ. അതുമാത്രമല്ല പ്രത്യേകത, ഈ ക്ലോക്കിൻ്റെ ഡയലിൽ നിന്ന് സൂര്യൻ്റെ പൊസിഷനും അതേപോലെയുള്ള പ്ലാനറ്റ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അറിയാൻ കഴിയേ. പ്രാഗിലൂടെ യാത്ര ചെയ്തപ്പം പിന്നെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ ബിൽഡിങ്സിൻ്റെ ഒക്കെ ആർക്കിടെക്ചർ. ഓരോ ബിൽഡിങ്ങിനും യുണീക്കായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ പോയ സമയം നല്ല ഉഗ്രം തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഒരുപാട് വീഡിയോ എടുക്കാനും ഒന്നും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ നമ്മൾ കുറേ ഇൻഡോർ ആക്ടിവിറ്റീസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ തണുപ്പത്ത് ഒത്തിരി നേരം പുറത്ത് നിൽക്കുക എന്നുള്ളത് ഒരു ബുദ്ധിപരമായ നീക്കമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വന്നൊരു സ്ഥലമാണ് ഇത്. ഇതൊരു വാക്സ് മ്യൂസിയം ആണേ. വാക്സ് മ്യൂസിയം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു അത്. 14 യൂറോ ആയിരുന്നേ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. അത് വേർത്തായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത്. ഏകദേശം ഒരു 2 മണിക്കൂർ നന്നായി സ്പെൻഡ് ചെയ്യാനുള്ളതെല്ലാം ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കൊച്ചു കൊച്ചു പ്രഹസനങ്ങളാണ്. കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി വരുന്നുണ്ട്. കുറച്ച് ആക്ഷൻ ഒക്കെ കിട്ടും. ജുവൽ ഒരു പാട്ടൂടെ പാടും. എൻ്റെ ലെവലിന് പറ്റിയ ഒരാൾ ഇപ്പോഴാണ് വന്നത്, ഐൻസ്റ്റീൻ. പുള്ളിയുടെ കൂടെ ഇന്ന് 1-2 ഫോട്ടോസ് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നേ. നാണം കെടുത്തരുത്. പാസ്സായ എന്ത് കിട്ടും? ഇനി പ്രാഗിലെ ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം കാണിച്ചു തരാവേ. ഇവരുടെ ഒരു ട്രഡീഷണൽ ഐറ്റം, അതാണ് ചിമ്മിനി കേക്ക്. പേര് കേൾക്കുമ്പോൾ നല്ല കൗതുകം തോന്നുന്നുണ്ടല്ലേ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നേ.
ഫ്രഷ് ആയിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. അത് പല ഫ്ലേവറിൽ നമുക്ക് കിട്ടും, ചോക്ലേറ്റും ഐസ്ക്രീം വെച്ചിട്ടും അങ്ങനെ പല രീതിയിൽ. എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ കഴിക്കാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലപോലെ ഫില്ലിംഗ് ആയിട്ടുള്ള ഐറ്റമാണ് ഇത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 3-4 യൂറോ എങ്ങാണ്ടായിരുന്നേ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഉറപ്പില്ല കേട്ടോ. അത്യാവശ്യം നന്നായി വിശന്നിരുന്നപ്പോഴായിരുന്നേ ഞങ്ങളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പോയ വഴി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ല ചൂടായിട്ട് ഫ്രഷ് ആയിട്ടാണ് അവർ നമ്മളുടെ കയ്യിലോട്ട് ഈ സാധനം തരുന്നത്. പക്ഷെ അതും കൊണ്ട് പുറത്ത് വരുമ്പോഴത്തേന് ഈ തണുപ്പിൽ ആ ചൂട് വല്ലതും നിൽക്കുമോ? പെട്ടെന്ന് തണുത്തു പോവേ. പ്രാഗിൽ എവിടെ ചെന്നാലും അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ഈ ഒരു ചിമ്മിനി കേക്കിൻ്റെ കടകൾ കാണാൻ കഴിയുവേ. പ്രാഗിൽ വരുന്നവർ ആരും തന്നെ ഈ ഒരു സാധനം ട്രൈ ചെയ്യാതെ പോകത്തില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും പോകുന്നുണ്ടെങ്കിലും എന്തായാലും ഈ ഒരു സാധനം വാങ്ങി ട്രൈ ചെയ്യണേ. എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ പോയത് ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ സിറ്റി സെൻറ്ററിൽ തന്നെ ക്രിസ്മസ് മാർക്കറ്റും ഉണ്ടായിരുന്നേ. ഇത്തവണ ഞങ്ങൾ എത്ര ക്രിസ്മസ് മാർക്കറ്റ് കണ്ടു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അത്രത്തോളം ക്രിസ്മസ് മാർക്കറ്റ് പല സ്ഥലങ്ങളിൽ കാണാനൊരു ഭാഗ്യം ഉണ്ടായി ഈ തവണ. വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തൊന്നും പോയതല്ലാത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞങ്ങൾ പോയ സമയം നല്ല മഞ്ഞുള്ള സമയമായിരുന്നേ. അതുകൊണ്ട് തന്നെ കാർ യാത്ര നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഒരു വേറെ വീഡിയോ ആയിട്ട് കാണാവേ. അണ്ടിൽ ദെൻ ബൈ ബൈ.